എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള അത്ഭുത രഹസ്യം. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വലിയ വലിയ ആഗ്രഹങ്ങൾ ഒരുപാടാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷേ ആ ആഗ്രഹങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാകാം എന്ന് പലർക്കും അറിയില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ അത്ഭുതകരമായ രഹസ്യം തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന അത്ഭുത ശക്തിയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം ലഭിക്കും. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മാജിക് അല്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ഒരു സത്യമായ ശാസ്ത്രമാണ്. നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും വലിയ ശക്തിയുണ്ട്. ഇത് പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. നാം എത്രയൊക്കെ മനസ്സിലാക്കിയാലും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഭാവിയെ സൃഷ്ടിക്കുന്നത്. നമുക്ക് എന്താണ് ആവശ്യം, അതിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രപഞ്ചശക്തി നമുക്ക് ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മാനിഫെസ്റ്റേഷന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഘട്ടം ക്ലാരിറ്റി, വ്യക്തതയാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കൊരു കാറാണ് വേണ്ടത് എങ്കിൽ എനിക്കൊരു കാറ് വേണം എന്നല്ല ഞാൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഏത് കാറാണ്, ഏത് മോഡലാണ്, ഏത് കളറാണ് എന്ന കൃത്യമായ ക്ലാരിറ്റി എനിക്കുണ്ടായിരിക്കണം. എൻ്റെ വിഷൻ ബോർഡിൽ ആ കാറിൻ്റെ ചിത്രം ഉണ്ടായിരിക്കണം. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ കാറിൻ്റെ ഇമേജും ആ കാറിൻ്റെ ഫീലിങ്സും ചെന്നിരിക്കണം. രണ്ടാമത്തെ കാര്യം വിശ്വസിക്കുകയാണ്, ബിലീവ്. ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. നമ്മൾ പരസ്യത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, വിശ്വാസം. അതാണ് എല്ലാം. വിശ്വാസം തന്നെയാണ് എല്ലാം. സുഹൃത്തുക്കളോട് പോലും നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സിനോടും നമുക്ക് നമ്മളോടും ഉള്ള വിശ്വാസം തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്കത് നേടാനാകും എന്ന് ഉറച്ച വിശ്വാസം എനിക്ക് വേണം. ഞാൻ അതിന് അർഹനാണ് എന്നൊരു വിശ്വാസം എനിക്ക് എന്നിൽ ഉണ്ടായിരിക്കണം. വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കണം. കണ്ണടച്ച് ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും എനിക്കെന്താണോ വേണ്ടത്, എനിക്കെന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിൽ ഞാൻ ജീവിക്കുന്നതായിട്ട് കാണാനായി എനിക്ക് സാധിച്ചിരിക്കണം. അതാണ് രണ്ടാമത്തെ ഘട്ടം, വിശ്വാസം. മൂന്നാമത്തെ ഘട്ടം സ്വീകരിക്കുക, റിസീവ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാൻ എപ്പോഴും ഇരിക്കേണ്ടത്. ആ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിന് യൂണിവേഴ്സ് വഴി അവസരങ്ങൾ വരും. നമുക്കത് ഏറ്റെടുക്കാനും ആ ഊർജത്തിൽ ജീവിക്കാനുമാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഒരു കാറ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ് റിസീവ് ചെയ്യാനുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാൻ ഇരിക്കേണ്ടത്. ആ കാറ് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആ കാറ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ആ കാറ് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ആ കാറ് വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാനതിലേക്ക് പെട്രോൾ ഒഴിക്കണ്ടേ, പെട്രോൾ അടിക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ടോ, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുമോ, സ്വീകരിക്കാൻ ഞാൻ റെഡിയാണോ? ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ടത്. സ്വീകരിക്കാൻ ഞാൻ റെഡിയായോ? എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണോ എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കണം. ഒരു ജോലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ജോലിക്ക് പോകാൻ ഞാൻ റെഡിയാണോ എന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടാകണം. ഞാൻ എപ്പോഴും ഒരു റിസീവിങ് മോഡിലാണ് ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ, നമ്മളെപ്പോഴും റിസീവ് ചെയ്യാൻ റെഡിയാകുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എത്തുകയുള്ളൂ. അടുത്തത്, ഇപ്പോൾ ഈ 3 ഘട്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ ഘട്ടം ക്ലാരിറ്റി, രണ്ടാമത്തെ ഘട്ടം ബിലീവ്, മൂന്നാമത്തെ ഘട്ടം റിസീവ്. ഈ 3 ഘട്ടങ്ങളാണ് മാനിഫെസ്റ്റേഷനിൽ ഉള്ളത്. ഇനി അടുത്തത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളാണ്.
നെഗറ്റീവ് തോട്ട്സ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, വരാതിരിക്കില്ല എന്നല്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് ചിന്തിക്കാൻ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ന്യൂസാണെങ്കിൽ പോലും നെഗറ്റീവ് ന്യൂസാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുക. പക്ഷേ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയണം. എനിക്കൊരു നെഗറ്റീവ് ചിന്ത വന്നു എന്ന് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ എനിക്ക് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇതിനകം എനിക്ക് ലഭിച്ച എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയണം, കൃതജ്ഞത കാണിക്കണം. എനിക്കൊരു സ്നേഹമാണ് വേണ്ടത് എങ്കിൽ ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷനിലാണ് ഞാൻ ഇരിക്കേണ്ടത്. അതിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഏത് വൈബ്രേഷനിലാണോ ഞാൻ ഇരിക്കുന്നത് ആ വൈബ്രേഷനുമായി മാച്ചായിട്ടുള്ള കാര്യങ്ങളാണ് എന്നിലേക്ക് വരിക. നമ്മൾ പറയില്ലേ, എൻ്റെ വൈബിലുള്ള കൂട്ടുകാരാണ്, നമ്മുടെ വൈബിലുള്ള കൂട്ടുകാരായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുക. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും. ഞാൻ ഏത് വൈബിലാണോ ഇരിക്കുന്നത്, ഞാൻ സ്നേഹത്തിൻ്റെ വൈബിലാണ് ഇരിക്കുന്നത് എങ്കിൽ അതുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് എന്നിലേക്ക് വരിക. ഞാൻ ധനമുള്ളവനാണ്, ഞാൻ സമ്പന്നനാണ് എന്ന വൈബിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിൽ സമ്പന്നതയാണ് എന്നിലേക്ക് വരിക. നേരെ മറിച്ച് കടമാണ് എനിക്കെപ്പോഴും ദുഃഖമാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഇത്തരം വൈബ്രേഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്കെപ്പോഴും അസുഖമാണ്, ഇത്തരം നെഗറ്റീവ് വൈബ്രേഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്കൊരു കാര്യം വരുമ്പോഴേക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് ഓണായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെയും 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 വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിലിരിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് നടക്കാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക്. അതുപോലെ ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു, ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പം നടക്കും, അതെപ്പോഴാണ് നടക്കുക, അതെന്താ വരാത്തത്, നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. ചേസിങ് എന്ന് പറയുന്നത് എനിക്കില്ലാത്തൊരു കാര്യത്തിനാണ് ഞാൻ ചേസ് ചെയ്യുക, എനിക്കുള്ളൊരു കാര്യത്തിന് ഞാൻ ചേസ് ചെയ്യില്ല. ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്താണത് വരാത്തത്, എന്താണ് എന്നോട് സംസാരിക്കാത്തത്, എപ്പോഴാണ് ആ റിലേഷൻഷിപ്പിലേക്ക് വരിക, അപ്പോൾ എന്നിൽ ആ മാനിഫെസ്റ്റേഷൻ നടന്നിട്ടില്ല എന്നാണ് ഞാൻ യൂണിവേഴ്സിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇരിക്കേണ്ടത്. ഡിറ്റാച്ച്മെൻറ്റിന് പകരം എനിക്കവിടെ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കതില്ല എന്നുള്ളൊരു എനർജിയാണ് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ആ റിലേഷൻഷിപ്പ് ഇല്ല, ഞാനപ്പോൾ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ചേസിങ് എനർജി ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്കാവാൻ സഹായിക്കില്ല. നമുക്കൊരു കാര്യമുണ്ട് എന്നുള്ള ആ ഒരു ഡിറ്റാച്ച്മെൻറ്റോട് കൂടി വേണം നമ്മളിരിക്കാൻ. ഒരു കാര്യത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഇരിക്കുക. അത് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു വൈബ്രേഷനിലാണ് നമ്മളിരിക്കേണ്ടത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ മിക്കവർക്കും മറുപടി കൊടുക്കാറുണ്ട്. ഇനി എന്തെങ്കിലും കമൻറ്റ്സ് കാണാതെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, കണ്ടിട്ടുള്ള എല്ലാ കമൻറ്റ്സിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.